ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഗോബി മഞ്ചൂരിയാണ്. ഗോബി മഞ്ചൂരി റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വീട്ടിൽ തന്നെ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടുവരിക. ഞങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുക്കത്തിൽ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണോ എന്ന് കണ്ടുവരാം. അപ്പോൾ ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ടത് ഗോബി ഞങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഫ്രഷ് ആയാൽ ഗോബി തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക. കളറൊക്കെ വൈറ്റ് ഉണ്ടായാലും നല്ല ഫ്രഷ് ആയിട്ടുണ്ടാവും. കുറച്ച് യെല്ലോ കളർ വന്നിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞതുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഫ്രഷിലത് തന്നെ വാങ്ങിക്കുക. ഗോബി മഞ്ചൂരി ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഗോപിയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിൽ ഞങ്ങൾ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിനെ വേവിക്കാനാണ് വെക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ചൂടാക്കിയ വെള്ളമാണ് ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ നല്ല തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞങ്ങൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒരു 10 മിനിറ്റ് ഞങ്ങൾ വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു 10 മിനിറ്റ് ഞങ്ങൾക്ക് ഇതിനെ വിടാം. അപ്പോൾ ഞങ്ങൾക്ക് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് കോരിയെടുക്കാം. അപ്പോൾ കൂടുതൽ നിങ്ങൾ വേവിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ വേവിക്കാനൊന്നുമില്ല, അപ്പോൾ വെന്ത് പോവും. അതിന് മുമ്പ് തന്നെ നിങ്ങൾ കുറച്ച് നല്ല ചൂടാകുമ്പോൾ ഞങ്ങൾക്ക് ഇതിനെ നിങ്ങൾ വേവിക്കുന്നുണ്ടെങ്കിൽ ഗ്യാസിൽ തന്നെ വെച്ച് നിങ്ങൾ വേവിക്കുന്നുണ്ടെങ്കിൽ വേഗപ്പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ചൂടാകുമ്പോൾ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഇങ്ങനെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ ശരിയാവും. ഇന്ന് വീണ്ടും ഒരു പാത്രത്തിൽ ഞങ്ങൾക്ക് 2 കപ്പ് മൈദ മാവ് ചേർക്കുന്നുണ്ട്, 1 കപ്പ് കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്, 1/2 കപ്പ് റൈസ് പൗഡർ ചേർക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിലേക്ക് പച്ചവെള്ളം ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് കയ്യിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വെള്ളം ആവാത്ത പോലെ നിങ്ങൾ ചേർക്കണം. ഈ തിക്നെസ്സിൽ ഞങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, ഞങ്ങൾ വീണ്ടും ഉപ്പ് നോക്കിയിട്ടൊന്ന് ചേർക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഗോബി ഒന്ന് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഗോപിയൊക്കെ ചേർത്ത് കഴിഞ്ഞു. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾ ഡബിൾ കോട്ടിംഗ് ആണ് ചെയ്യുന്നത്. ആദ്യം ഞങ്ങൾ ഒരു മിക്സിയിൽ ഇപ്പോൾ മിക്സ് ചെയ്യുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ പൗഡർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ആദ്യത്തെ കോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിന് വീണ്ടും ഞങ്ങൾക്ക് മൈദ മാവ്, കോൺഫ്ലവർ, റൈസ് പൗഡർ ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ കോട്ടിങ് ആവുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കട്ടിയായിട്ട് ഞങ്ങൾക്ക് ഗോബി ഫ്രൈ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിന് ഞങ്ങൾക്ക് 1 മണിക്കൂർ ഞങ്ങൾക്ക് റെസ്റ്റിൽ വെക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ ചൂടായ ശേഷം ഞങ്ങൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞങ്ങൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എണ്ണ ഒഴിക്കുന്നത് സൺഫ്ലവർ ആണ്. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഓരോന്നായിട്ട് ഞങ്ങൾക്ക് എണ്ണയിലിട്ട് വിടാം. ഇതിനെ ഞങ്ങൾ ഒരു 2 മിനിറ്റ് ഞങ്ങൾക്ക് ഇതിനെ മറിച്ചൊന്ന് കൊടുക്കാൻ കഴിയുക. അങ്ങനെ തന്നെ വിടണം. അതിന് ശേഷം ഞങ്ങൾക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം
ഞങ്ങൾക്ക് ഇതിനെ മറിച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡ് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്ന് മറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് പറ്റി പിടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താലൊന്ന് എല്ലാം വേറെ വേറെ ആയിട്ട് വരും. അപ്പോൾ 2 സൈഡ് ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെ ഒന്ന് കോരി ഒരു പാത്രത്തിലിടാം. ഇതേപോലെ ഞങ്ങൾ എല്ലാം ഞങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഗോപിയൊക്കെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞ് ഇനി അടുത്തത് ഞങ്ങൾക്ക് ഇതിനെ ഫൈനലായിട്ട് ഞങ്ങൾക്ക് മുഴുവനായിട്ട് ഞങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങൾ ഓയിൽ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. ഓയിലിലേക്ക് ഞങ്ങൾ ഇഞ്ചും വെളുത്തുള്ളിയും ഞങ്ങൾ കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞങ്ങൾക്ക് കുറച്ച് വാടിയ ശേഷം ഞങ്ങൾ സവാള, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞ ശേഷം ഞങ്ങൾ ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ഇത് ഞങ്ങൾ ഒഴിക്കുന്നത് സോയാബീൻ സോസ് 3 ടേബിൾ സ്പൂണ്, ചില്ലി സോസ് 3 ടേബിൾ സ്പൂണ്, 2 സ്പൂണ് വിനീഗർ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഒഴിച്ചത്. ഇന്ന് അതിൻ്റെ ശേഷം ഞങ്ങൾ ഒഴിച്ചത് ടൊമാറ്റോ സോസാണ്. 5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചത്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ടൊന്ന് ഞങ്ങൾ മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 മിനിറ്റ് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഞങ്ങൾ കോൺഫ്ലവർ 1/2 കപ്പ് കോൺഫ്ലവർ ഞങ്ങൾ പച്ചവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത കോൺഫ്ലവർ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എത്ര ഗ്രേവിയാണ് വേണ്ടത് അത്ര ഞങ്ങൾക്ക് കോൺഫ്ലവറിൻ്റെ വെള്ളം ചേർക്കുക. ഡ്രൈ ആണെങ്കിൽ കുറച്ച് ചേർക്കാം. അപ്പോൾ ഞങ്ങൾ 3 കിലോൻ്റെ ഗോബി മഞ്ചൂരിയാണ് ചെയ്യുന്നത്. അപ്പോൾ 3 കിലോൻ്റെ ഗോബി മഞ്ചൂരിയൻ്റെ ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ പറയുന്നത്. അതിൻ്റെ ശേഷം നന്നായിട്ടൊന്ന് ടൈറ്റ് ആയതിനു ശേഷം ഞങ്ങൾക്ക് ഇതിൻ്റെ ഗോബി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഗോബി ഫ്രൈ ചെയ്തത് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഞങ്ങൾ കൈവിടാതെ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിം വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം കയ്യാറായി. ഇനി ഞങ്ങൾക്ക് മല്ലിച്ചപ്പ് ഒന്ന് ഇതിൻ്റെ മുകളിലൊക്കെ ഒന്ന് കട്ട് ചെയ്തിടാം. ഇന്ന് ഞങ്ങൾക്ക് നന്നായിട്ടൊന്ന് 3 മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഗോബി മഞ്ചൂരി റെഡിയാണ്. ഒരു പാത്രത്തിലിട്ട് ഞങ്ങൾക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഇതേപോലെ ഉണ്ടാക്കുക. ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനായിട്ട് വീട്ടിൽ തന്നെ ചെയ്ത് കഴിക്കുന്നതിനായിട്ട് നല്ലതാണ്. എന്ന് പറഞ്ഞാൽ ഹെൽത്തിനും ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്താൽ ഞങ്ങൾക്ക് ഒന്നും ചേർക്കാതെ തന്നെ പ്ലസ് ഗോപിയും നല്ല ഫ്രഷായ ഗോപി തന്നെ ഞങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ ഗോബി മഞ്ചൂരി ഈസി ആയിട്ട് ഈ റെസിപ്പി തന്നെ ഞങ്ങൾക്ക് കണ്ടിട്ട് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റ് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ ഗോപിയാണ് ഞങ്ങൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. ഗോബി മഞ്ചൂരിയൊക്കെ റെഡിയാണ്. അപ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. കളർഫുള്ളായ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അതേ സ്റ്റൈലിൽ ഞങ്ങൾ ഗോബി മഞ്ചൂരി റെഡി ആക്കി നല്ല ടേസ്റ്റി ആയ ഗോബി മഞ്ചൂരി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്ത ശേഷം ഞങ്ങൾക്ക് ഈ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.